കുറെ നാളുകൾക്ക് ശേഷമായിട്ട് ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം പോയതിനു ശേഷമാണ് നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ എടുത്തില്ല എന്നുള്ള കാര്യം തിരിച്ചറിയണത്. അതൊക്കെ പോട്ടെ, ഇതാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടുള്ള കോലം. ആരും കണ്ടു പേടിക്കണ്ട. ഏകദേശം വിരാജ്പേട്ട് എത്തിയപ്പോ തന്നെ നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിലോ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ ചുമന്നെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സ്നേഹത്തിന്റെ നിറകുടമായ എന്റെ കെട്ടിയോനെയാണ്. മീൻകറി, ചിക്കൻ കറി, മോരുകറി, ഒഴുത്ത്, എന്തിനെ വീട്ടിൽ നിന്നുള്ള പപ്പടപാത്രം വരെ നമ്മൾ പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിന് ശേഷം നല്ലൊരു ഉറക്കം. ആഹാ, മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഏകദേശം ബാംഗ്ലൂർ എത്താറായിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ചായ കുടിക്കാനുള്ള സമയം നല്ല വൃത്തിയുള്ള സ്ഥലം നോക്കി തന്നെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നേരെ നസീമിന്റെ PG-യിലേക്ക്. അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ ശേഷം ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് 2-3 ഹോട്ടലിൽ പോയി നോക്കിയപ്പോഴത്തേനും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫൈനലി നമ്മൾ ഇവിടേക്കാണ് കേട്ടോ വന്നത്. റിസപ്ഷനിലാണെങ്കിൽ നമ്മുടെ ID കാണിച്ചാൽ മാത്രമാണ് കേട്ടോ റൂം തരുള്ളൂ. അപ്പൊ ഇവരതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയമായപ്പോ തന്നെ ഞാൻ കുറച്ച് അധികം ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റൂമൊക്കെ കിട്ടി. ഇതാണ് കേട്ടോ നമ്മുടെ റൂമിൽ കയറിയപാടെ കപ്പും ഗ്ലാസ് ഒക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിട്ട് തീരുമാനിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതൊരു നഷ്ടക്കച്ചവടമാകും. ഈ പറഞ്ഞ എനിക്ക് ഉമ്മച്ചി ബാബുജി പെരുന്നാളിന് ഗിഫ്റ്റ് ചെയ്താട്ടോ. അപ്പൊ എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ. എല്ലാവരും ടയേർഡായി സൈഡായെങ്കിലും ഇവര് 3 പേരും മാത്രം ഇപ്പോഴും ഓണാണ് കേട്ടോ. രാത്രിയിലേക്ക് ഞാൻ നല്ല സിമ്പിൾ ആയിട്ട് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആയിരുന്നിട്ട് കഴിച്ചത്. കാക്കായ ആയിരുന്നെങ്കിൽ ഫ്രൈഡ് റൈസും കഴിച്ചു, ഉമ്മും തത്തമ്മയും വാപ്പിച്ചും റോള് കഴിച്ചു, ഉമ്മച്ചി ആയിരുന്നെങ്കിൽ ഉച്ചക്കത്തെ ചോറും കഴിച്ചു. എന്നാ ശരി, ടാറ്റാ.